ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു വർക്ക് ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് 3 ബ്രൈഡൽ കസ്റ്റമറിനെ ഒരുമിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു. നമ്മൾ പല ദിവസങ്ങളിലായിട്ട് പല ബ്രൈഡലിനും ഡ്രസ്സ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു കസ്റ്റമറൊക്കെ വെച്ചിട്ടായിരിക്കാം നമുക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം തന്നെ 3 ബ്രൈഡൽ കസ്റ്റമർ വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല, കുറച്ച് നാളായതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ടൈമിങ്ങിൽ തന്നെ ഇത്ര പെട്ടെന്ന് ഓരോ വളർച്ച കാണുമ്പോൾ ഞാൻ തന്നെ ഭയങ്കര സന്തോഷിക്കാറുണ്ട്. ദൈവത്തിന് നന്ദിയും പറയുന്നു. ഇത്രയും വെഡ്ഡിങ് വർക്കുകൾ ഒരുമിച്ച് കിട്ടിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവരോട് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്ത് തീർക്കണം, അതത് സമയത്ത് തന്നെ കൊടുക്കണം. അരി വർക്ക് ചെയ്യാനുള്ള ബ്ലൗസുകളുണ്ട്, പിന്നെ അതുപോലെ മോഡലായിട്ട് നമുക്ക് ചെയ്യേണ്ട ബ്ലൗസുകളുണ്ട്. അതെല്ലാം നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്ത് തീർക്കണം. അങ്ങനെ ഇന്ന് നമ്മൾ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആൾട്രേഷൻ മാത്രമേ ഉള്ളായിരുന്നേ എൻഗേജ്മെൻറ്റ് ഡ്രസ്സിൽ. വെഡ്ഡിങ് ഡ്രസ്സിലായിരുന്നു നമുക്കല്ലാതെ വർക്ക് ചെയ്യാനുള്ളതൊക്കെ. പക്ഷേ ഇതിൻ്റെ ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വർക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫുൾ മിറർ വർക്കായിരുന്നു. നമ്മൾ അതുപോലെ സൂക്ഷിച്ച് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ മിഷനും അല്ലെങ്കിൽ പണി കിട്ടും. സൂചി ഒടിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് വളരെ ക്ഷമ വേണം. അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നടത്തി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയി മെറ്റീരിയലെല്ലാം എടുത്തതിന് ശേഷം അന്ന് രാത്രിയിലേക്കുള്ള സ്റ്റിച്ചിങ്ങിലിരുന്നു. ഇത് എൻഗേജ്മെൻറ്റിൻ്റെ തലേന്നുള്ള ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സായിരുന്നു. ഇത് നമുക്ക് ആൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇതിനകത്തും അത്യാവശ്യം മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗൗൺ മോഡലായിട്ടുള്ളതായിരുന്നു. നല്ല ഗ്ലാസ് വർക്കും മിറർ വർക്കും ആയിട്ടൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഗൗണായിരുന്നു. കസ്റ്റമർ ഇട്ടപ്പോഴും നല്ല ഫിനിഷിങ്, നല്ല സൂപ്പറായിരുന്നു. ഈ കളറും നല്ല ചേരുമായിരുന്നു. നൈറ്റ് ഫംഗ്ഷനിൽ നല്ല സൂപ്പർ ഒരു കളറായിരുന്നു ഇതായിരുന്നു സ്ലീവിൻ്റെ ഫുൾ സ്ലീവായിരുന്നേ. സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനായിരുന്നു വന്നിരുന്നത്. നമ്മളതങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം എൽബോ സ്ലീവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾട്രേഷനുള്ളൊരു ഗൗണായിരുന്നു ഇത്. കാരണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്റ്റോൺ വർക്കും മിറർ വർക്കും ആയിരുന്നു ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, സ്പീഡിൽ വരാനൊന്നും പറ്റത്തില്ല. പതിയെ സൂക്ഷിച്ച് പെതിയെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനേ പറ്റത്തുള്ളായിരുന്നു. സ്റ്റോൺ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ച് ഏത് വരി കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നതെന്നനുസരിച്ചാണ് ഞാൻ സ്റ്റോൺ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ഗൗണിൻ്റെ ഹൈലൈറ്റ് തന്നെ സ്റ്റോൺ ആണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ സ്റ്റോൺ ഇളക്കി കഴിഞ്ഞാൽ അത് ബോറായി പോകും. അതുകൊണ്ട് ഞാൻ പെതിയെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തുള്ള സ്റ്റോൺ ഇളക്കിയായിരുന്നു ചെയ്തത്. എന്നിട്ടും പേടിയായിരുന്നു. കാരണം എൻ്റെ സൂചി എന്നിട്ട് തന്നെ 2 ഒടിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല സൂക്ഷിച്ച് പെതിയെ ചെയ്തെടുക്കുമായിരുന്നേ. സാധാരണ നമ്മളൊരു ഗൗൺ അടിക്കുന്ന അതേപോലെയൊക്കെ സമയം വേണ്ടി വന്നു. കാരണം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ. ഇതനുസരിച്ച് പെതിയെ അല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഗൗണൊക്കെ നമ്മൾ ഓൾട്രേഷൻ ചെയ്യുമ്പോൾ നല്ല ക്ഷമ നമുക്ക് വേണേ. അങ്ങനെ അത് ഇളക്കി എൻ്റെ കൈക്ക് നല്ല പണി കിട്ടി. നഖമൊക്കെ നല്ല വേദനയായി. കാരണം അതിന് പെട്ടെന്ന് ഇളകി വരില്ല. നല്ല രീതിയിൽ ഗമ്മ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇളകി വരില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഷോൾഡർ ഭാഗം, റിഗാൾ ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ നോക്കിയിരുന്ന് ഇളക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈഡിലുള്ള സകല മിററും സകല സ്റ്റോണും നമ്മൾ അഴിച്ച് അത് ഇളക്കിയെടുത്താൽ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ നെയിൽ ഫുള്ള് അങ്ങനെ പൊടിഞ്ഞു പോയി. എൻ്റെ ഭാഗം ഫുള്ള് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇളക്കി അത്രയ്ക്ക് നല്ലൊരു പണിയായിരുന്നു.
പിന്നെ അതിനകത്തൊരു സന്തോഷം എന്തെന്ന് വെച്ചാൽ അതാദ്യം കറക്റ്റ് ഞാനൊരു ഷേപ്പിനങ്ങ് വരച്ച് അത് അതേ ഒരു രീതി സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത് കസ്റ്റമർ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഇടിയിപ്പിച്ച് നോക്കി. അതൊരു കറക്റ്റായിരുന്നു. പിന്നെ കൂട്ടാനും ഇല്ലായിരുന്നു, കുറയ്ക്കാനും ഇല്ലായിരുന്നു, എല്ലാം കറക്റ്റായിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നും കൂടെ എക്സ്ട്രാ ഷേപ്പ്, എക്സ്ട്രാ ഒരു തയ്യലും കൂടെ നമുക്ക് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ആദ്യം ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഒരു ചുളിവോ കാര്യങ്ങളോ വന്നാൽ വീണ്ടും അത് ഭയങ്കര പണിയാണ്. വീണ്ടും അതിൻ്റെ ഇപ്പുറത്തോടെ അയക്കുമ്പം വീണ്ടും ഒരു ഫിനിഷിങ് വരത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു, കറക്റ്റായിരുന്നു. ഭയങ്കര സന്തോഷമായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ആകെ പണി കിട്ടും. വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇറക്കി തയ്ക്കണം, അതല്ലെങ്കിൽ അത് കയറ്റി തയ്ക്കണം, ആകെ പണിയാകും. അങ്ങനെ എന്തായാലും അത് ചെയ്ത് ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയത്. ഭയങ്കര സന്തോഷമായി. ഈ ഒരു കസ്റ്റമറിൻ്റെ ബ്രൈഡൽ മേക്കപ്പ് എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. സ്റ്റിച്ചിങ്ങും ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ആത്മാർത്ഥത്തോട് സ്നേഹിക്കുന്നതിലൊരാളാണ് ഇവള്. റീമ എന്നാണ് പേര്. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ പറഞ്ഞു, എൻ്റെ എന്ന് വെഡ്ഡിങ് വന്നാലും നിശ്ചയിച്ച കയ്യിൽ മാത്രമേ ഞാൻ തരത്തുള്ളൂ, ചേച്ചിയെ കൊണ്ട് വർക്ക് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ വന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അറിഞ്ഞപ്പോൾ അതിലും സന്തോഷമായി. അങ്ങനെ ബ്രൈഡൽ മേക്കപ്പും നമ്മുടെ കയ്യിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇടുന്നുണ്ടേ. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാണ്. ഇട്ട് നോക്കിയപ്പോൾ വളരെ കറക്റ്റായിരുന്നു. ജസ്റ്റ് ഒരു സ്കേർട്ടും ഷാളും ഒരു ഓവർകോട്ടുമായിട്ട് വരുന്ന ഗൗൺ മോഡലിലുള്ള ഒരു മെറ്റീരിയലായിരുന്നു. ഒരു നേവി ബ്ലൂ കളറായിരുന്നു ഇത്. വളരെ ഭംഗിയുള്ളതായിരുന്നു, സൂപ്പറായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻഗേജ്മെൻറ്റിൻ്റെ ഔട്ട്ഫിറ്റ്, നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.